ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. എല്ലാവർക്കും എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന ഈ വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബലരാമസ്വാമിയെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവതരിക്കുന്ന രംഗമാണ്. നമുക്കെല്ലാവർക്കും നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം च. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്തസരസ്വതീതി നാമിനെ. ശ്രീവാഷവാനവീ ദേവി ദയിതായ കൃപാബ്ധയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഭ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരദാവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭൂതേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബുജോ രാധാമദനമോഹനം. ദിവ്യത്വൃന്ദാരണ്യഗത്പദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാദപി സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരം വീവം ശ്രീവടത്തടസ്ഥിത കർഷൻ വേണുസ്മരൈർഗോപൈർഗോപീനാഥസ്യ സ്തുനാ. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे राम 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 हरे हरे. मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. എല്ലാവരും കമൻസിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ഇടുക. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു ഭഗവാന് അസംഖ്യം രൂപങ്ങളുണ്ട് അല്ലേ. കലാരൂപങ്ങൾ,
കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ആർട്ട് ഫോംസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ ഒരു ഭാഗം. പിന്നെ അംശരൂപങ്ങൾ, അംശരൂപങ്ങൾ, പിന്നെ ശക്തിയാവേശ രൂപങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ പൂർണ്ണരൂപങ്ങൾ, പരിപൂർണതമ രൂപം. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭഗവാന്റെ ആ പരിപൂർണ രൂപം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ആ പരിപൂർണ രൂപം, പരിപൂർണതമ രൂപം ഭഗവാന്റെ ആ രൂപമാണ് എല്ലാ പ്രപഞ്ചത്തിൻ്റെയും, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും അത്യന്തികമായിട്ടുള്ള, എല്ലാത്തിൻ്റെയും സ്രോതസ്സ്. ആ ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. ഇനി പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, ഭഗവാൻ എങ്ങനെ അവതരിക്കുന്നതെന്ന്. കാരണം ഭഗവാനാകുന്നത് എങ്ങനെയാണ്? ഭഗവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജനനമല്ല ഭഗവാന്റേത്. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഞാൻ അവതരിക്കുന്നതും എൻ്റെ ലീലകളുടെയും ആ അതീന്ദ്രിയത്വം ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് വീണ്ടും ഈ ലോകത്തിൽ ജനിക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഭഗവാൻ ആദ്യം വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ വസുദേവരുടെ ദേഹത്ത്, വസുദേവരുടെ മുഖത്ത് ഒരു പ്രത്യേകതരം തേജസ് കാണപ്പെട്ടു. സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും അഗ്നി പോലെയും വളരെ തേജസ്വിയായി ആര്? വസുദേവര്. സാക്ഷാൽ പരമാത്മാവിൻ്റെ ആ തേജസ് വസുദേവരുടെ മുഖത്ത് കാണാൻ പറ്റുമായിരുന്നു. കാരണം എന്താ? സാക്ഷാൽ ഭഗവാൻ തന്നെയാണല്ലോ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ വസുദേവരുടെ ദേഹത്തെ ആ ഒരു തേജസ് ഒരുപാട് വർദ്ധിച്ചു. കാരണം സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത്. ഭഗവാൻ എല്ലാവരുടെയും ഭയത്തെ അകറ്റുന്ന ആ ഭഗവാനാണ് വസുദേവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അതിനുശേഷം വസുദേവര് ദേവകി അമ്മയെ ഒന്ന് നോക്കിയപ്പോൾ ആ നോട്ടത്തിലൂടെ ഭഗവാൻ ദേവകി അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടുകൂടി തന്നെ വലിയൊരു മിന്നൽ അടിക്കുന്ന പോലെ വസുദേവരുടെ നോട്ടത്തിലൂടെ ഭഗവാൻ ദേവകി അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ദേവകി അമ്മയുടെ ദേഹത്തെ ആ തേജസ്സും ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് വസുദേവരുടെ ആ നേരത്തെയുള്ള തേജസ് മങ്ങി, അപ്പോൾ അതേ തേജസ് തന്നെ ദേവകി അമ്മയുടെ മുഖത്തും കാണാൻ പറ്റുമായിരുന്നു. ദേവകി അമ്മയുടെ ആ ഒരു പ്രത്യേകതരം ദേഹകാന്തി കണ്ടിട്ട് കംസന് ഒരുപാട് ഭയം തോന്നി. കംസന് വിചാരിച്ചു, എൻ്റെ അന്തകൻ വന്നു എന്ന് തോന്നുന്നു, ഇത്രയും ഒരു തേജസ് ഞാൻ ഒരിക്കലും ദേവകിയിൽ കണ്ടിട്ടില്ല എന്ന് കംസൻ പറയുകയാണ്. അവൻ ജനിച്ച ഉടൻ തന്നെ ഞാൻ അവനെ കൊല്ലുന്നതായിരിക്കും എന്ന് കംസൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് കംസൻ എല്ലാ ദിശകളിലേക്കും നോക്കി. എന്നിട്ട് എപ്പോഴും സ്വന്തം ശത്രുവായ ഹരിയെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ആ ഹരിയെക്കുറിച്ച് ചിന്തിക്കും തോറും കംസൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ നാരദ മഹർഷി പറയുന്നു, ആരെങ്കിലും ഭഗവാനെ വെറുക്കുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്കും ഭഗവാനെ കാണാൻ പറ്റും. അതായത് ബേസിക്കലി ഇവിടെ നാരദ മഹർഷി പറയുന്നത്, ഭഗവാനോട് അതിതീവ്രമായിട്ടുള്ള ഭാവം ആർക്കുണ്ടോ അവർക്കൊക്കെ ഭഗവാനെ കാണാൻ പറ്റും. അത് സ്നേഹത്താലാണെങ്കിലും ശത്രുവും ഭാവത്തിലാണെങ്കിലും. അതായത് നമുക്ക് ആ സ്ട്രോങ് ഭാവമില്ല, അതുകൊണ്ടാണ് ഭഗവാനെ കാണാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? അതായത് കംസന് വളരെ ശക്തമായിട്ടുള്ള ഭയമുണ്ടായിരുന്നു, വെറുപ്പും ഉണ്ടായിരുന്നു, ശത്രുവായിട്ടായിരുന്നു ഭഗവാനെ കാണുന്നത്. അതുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അന്നേരം ആ ഒരു വെറുപ്പിലൂടെ അവർക്ക് ഭഗവാനായിട്ട് അടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിലവർക്ക് പ്രത്യേക ഒരു ആനന്ദം കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് കംസനെ പോലുള്ള അസുരന്മാർ ഭഗവാനോടുള്ള ശത്രുത ഉള്ളിൽ പുലർത്തും തോറും ഭഗവാനെ കാണാൻ പറ്റും. ആ ശത്രുതയിൽ അവർക്കൊരു ആനന്ദം കിട്ടുമെന്നാണ് പറയുന്നത്. ആ സമയത്ത്
ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ദേവന്മാരും പല ഋഷിമാരും എല്ലാവരും വസുദേവരുടെ ആ കാരാഗ്രഹത്തിലേക്ക് എത്തി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു, ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ദേവന്മാർ പറഞ്ഞു, പല പല ത്രിഗുണങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്ന തത്വചിന്തകർ അവർ ചിന്തിക്കുന്നു, എല്ലാ പ്രപഞ്ചത്തിൻ്റെയും സ്രോതസ്സായ ഭഗവാൻ ഒരു വ്യക്തിയാണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, തീയിൽ നിന്ന് എങ്ങനെയാണോ തീപ്പൊരി പാറി പുറത്തു വരുന്നത്, അത് വീണ്ടും ഒരിക്കലും തീയിൽ പ്രവേശിക്കാറില്ല. അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സ്രോതസ്സായ അങ്ങയിൽ നിന്ന് എല്ലാം വരുന്നു, പക്ഷേ അതുമായിട്ട് ഒരു ബന്ധവും അങ്ങേക്ക് പിന്നെ ഇല്ല. ആ ഭഗവാൻ എല്ലാത്തിൻ്റെയും ആരംഭമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ശക്തന്മാരിൽ വെച്ച് ഏറ്റവും ശക്തരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും അങ്ങയെ കീഴടക്കാൻ കഴിയില്ല. മായാദേവിക്ക് ഒരിക്കലും അങ്ങയെ കീഴടക്കാൻ കഴിയില്ല. വേദങ്ങൾക്ക് പോലും അങ്ങേ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങ് പരിപൂർണനാണ്, സമ്പൂർണമാണ്, നിത്യമാണ്, ശാന്തനാണ്. പരമദിവ്യോത്തമ പുരുഷനായ ആ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അംശാവതാരം കൊണ്ടും അംശാവതാരം കൊണ്ടും കലാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം, അങ്ങനെ പല പല അവതാരങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം സൃഷ്ടിക്കുന്നു, പരിപാലനം ചെയ്യുന്നു, സംഹരിക്കുന്നു. ആ ശ്രീകൃഷ്ണ ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനെ, എല്ലാ പൂർണ്ണ അവതാരങ്ങളിലും ശ്രേഷ്ഠനായ ആ ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു, ആശ്രയിക്കുന്നു. പല പല മന്വന്തരങ്ങളിലും പല പല യുഗങ്ങളിലും പല പല കൽപ്പങ്ങളിലും ഇതിനു മുമ്പേയും ഇനിയും പല പല രൂപങ്ങൾ അങ്ങ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ എടുക്കുന്നു, ഇനിയും എടുക്കും. പക്ഷേ ഇപ്പോൾ അങ്ങ് സ്വയം ഭഗവാനായിട്ട് വന്നിരിക്കുകയാണ്. സ്വയം രൂപം എന്ന് പറഞ്ഞാൽ അങ്ങ് എങ്ങനെയാണോ അതേപോലെ അങ്ങ് വന്നിരിക്കുകയാണ്. ആ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി, ഈ ഭൂമിയെ ഉദ്ധരിക്കാനും ഭൂമിയെ ശുഭകരമാക്കാനും വേണ്ടി, എല്ലാ അമംഗളങ്ങളിൽ നിന്നും ഉദ്ധരിക്കാൻ വേണ്ടി അങ്ങ് വന്നിരിക്കുകയാണ്. ആനന്ദദായകനായ ഭഗവാനെ, അങ്ങയുടെ ഈ സുന്ദര രൂപം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നു. യോഗികൾക്ക് പോലും ധ്യാനിച്ചാൽ കണ്ടെത്താൻ പറ്റാത്ത അങ്ങയുടെ രൂപമാണ് ഇനി ഈ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നത്. കോടാനുകൂടി കാമദേവന്മാരെ കാട്ടിയും സുന്ദരമാണ് അങ്ങയുടെ രൂപം. അങ്ങ് എപ്പോഴും ഗോലോകത്ത് മാത്രം വസിക്കുന്ന ആളാണ്. ശ്രീമതി രാധാറാണിയുടെ പ്രിയതമനാണ് അവിടുന്ന്. അങ്ങ് ഈ ഭൂമിയുടെ സമ്പത്താണ്. ഇങ്ങനെ ദേവന്മാർ കുറേ സ്തുതിച്ചു. നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മദേവനും എല്ലാവരും നമസ്കരിച്ചിട്ട് അവരുടെ വാസസ്ഥലത്തേക്ക് പോയി. എന്നിട്ട് നാരദ മഹർഷി ബഹുലാശ്വരാജാവിനോട് പറയുന്നു, ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് 10 ദിശകളും പവിത്രമായി എന്നാണ് പറയുന്നത്. എല്ലാ ശുഭനക്ഷത്രങ്ങളും ഉദിച്ചു നിൽക്കുകയായിരുന്നു. ഭൂമി വളരെയധികം സന്തോഷവതിയായി കാണപ്പെട്ടു. നദിയൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാ ജലസ്രോതസ്സുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. സമുദ്രം വളരെ സന്തോഷത്തിൽ കാണപ്പെട്ടു. എല്ലാ ദിശകളിലും ശുഭം മാത്രമേ ഉണ്ടായിരുന്നു. അതിസുന്ദരമായിട്ടുള്ള കാറ്റ് വീശുന്നു, സുന്ദരമായിട്ടുള്ള സുഗന്ധം എല്ലായിടത്തും വ്യാപിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും, വണ്ടുകളും പക്ഷികളും എല്ലാവരും വളരെയധികം സന്തോഷത്തായിരുന്നു. ആ ഭൂമിയിലുള്ള സമ്പദ് സമൃദ്ധി വർദ്ധിച്ചു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാ ശുഭലക്ഷണങ്ങളും കാണപ്പെട്ടു. ദേവന്മാരും ബ്രാഹ്മണരും വൃക്ഷങ്ങളും പശുക്കളും എല്ലാവരും സന്തോഷത്തിൽ കാണപ്പെട്ടു. ദേവന്മാർ അവരവരുടെ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. എല്ലായിടത്തും മംഗളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, കിന്നരന്മാർ, ചാരണന്മാർ, ശ്രേഷ്ഠരായിട്ടുള്ള ദേവന്മാർ എല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഗന്ധർവന്മാരും വിദ്യാധരന്മാരും സ്വർഗത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേവന്മാർ ഒരുപാട് പാരിജാത പുഷ്പങ്ങളും മന്ദാര പുഷ്പങ്ങളും മാലതി, സുമന എന്ന് പറയുന്ന പ്രത്യേകതരം ദിവ്യ പുഷ്പങ്ങളൊക്കെ എറിയാൻ തുടങ്ങി. മേഘം ഗർജിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ എന്താ പറയുന്നത്, പനിനീര് തളിക്കുന്ന പോലെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ
അഷ്ടമി ദിവസം ആഗതമായി. രോഹിണി നക്ഷത്രം ഉദിച്ച് നിൽക്കുന്ന ആ സമയത്ത് അർദ്ധരാത്രിക്ക് എല്ലായിടത്തും അന്ധകാരമായിരിക്കുന്ന ആ സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്ന ആ നിമിഷത്തിൽ വസുദേവരുടെ കാരാഗ്രഹത്തിൽ വേറൊരു ചന്ദ്രൻ ഉദിച്ചു. ഇവിടെ പറയുന്നു, അരണി ഉപയോഗിച്ച് എങ്ങനെയാണോ ഹോമാഗ്നിക്ക് വേണ്ടി തീ കത്തിക്കുന്ന അതേപോലെ ദേവകി അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഭഗവാൻ പുറത്തു വന്നു. അപ്പോൾ ദേവകി അമ്മ വസുദേവർ ഭഗവാനെ ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ കഴുത്തിൽ അതിമനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ, ജനിച്ച ഉടനെ ആഭരണങ്ങളായിട്ടാണ് ഭഗവാൻ വരുന്നത്. ഇതുവരെയുള്ള ഒരു കുട്ടികൾക്കും അതൊന്നും കണ്ടില്ലായിരുന്നു അല്ലേ? കഴുത്തിൽ കൗസ്തുഭ മണി ഉണ്ടായിരുന്നു, തോൾവളകളും കൈവളകളൊക്കെ ഉണ്ടായിരുന്നു, അതിസുന്ദരമായിട്ടുള്ള കുണ്ടലം ഉണ്ടായിരുന്നു, കിരീടം ഉണ്ടായിരുന്നു, പിന്നെ അരയിലൊരു അരഞ്ഞാണം ഉണ്ടായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ കഴുത്തിൽ താമരയുടെ ഒരു മാല, അതിന് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. എന്നിട്ട് പീതാംബരം, നല്ല തിളക്കമുള്ള സ്വർണത്തിൻ്റെ തിളക്കമുള്ള പീതാംബരം. എന്നിട്ട് ഭഗവാന്റെ നിറം കാർമുകിൽ നിറം. എന്നിട്ട് ഭഗവാന്റെ മുഖത്താണെങ്കിൽ ആ ചുരുണ്ട മുടി ഇങ്ങനെ പാറി മുഖത്തേക്ക് വരികയാണ്. ഭഗവാന്റെ ദേഹകാന്തി ആ ഇരുട്ടിനെ എല്ലാം അകറ്റിക്കൊണ്ടിരിക്കുന്നു. അതിസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ മുഖം കാണുകയാണ്. ഭഗവാന്റെ കണ്ണുകൾ താമര ഇതൾ പോലെ വിടർന്നിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ ദേഹത്ത് ചന്ദനത്തിൻ്റെ പല അലങ്കാരങ്ങളുമുണ്ട്. കോടാനുകൂടി കാമദേവന്മാരെ കാട്ടിയും ഭഗവാൻ അതീവ സുന്ദരനായിട്ട് കാണപ്പെട്ടു. എന്നിട്ട് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കണ്ടു. എപ്പോഴും ഓടക്കുഴൽ വായിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ഭഗവാനെ ശംഖുചക്ര കഥാപത്മത്തോടു കൂടി കാണുകയാണ്. ഭഗവാനെ കണ്ടുടൻ തന്നെ കൂടാനും കൂടി പശുക്കളെ ബ്രാഹ്മണർക്ക് മനസ്സിൽ ദാനമായിട്ട് നൽകുകയാണ് വസുദേവർ. വസുദേവരുടെ മുമ്പിൽ ഭഗവാന്റെ ആ സുന്ദര രൂപം കണ്ടിട്ട് വസുദേവർ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒട്ടും ഭയം തോന്നില്ല ആരെക്കുറിച്ചും. കൈകൂപ്പി ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഒന്നാണെങ്കിലും ത്രിഗുണങ്ങളുടെ അധീനതയിലാകുമ്പോൾ എല്ലാവർക്കും അങ്ങ് അനേകമാണെന്ന് തോന്നും. അങ്ങ് തന്നെയാണ് സൃഷ്ടിക്കുന്നതും പരിപാലനം ചെയ്യുന്നതും സംഹരിക്കുന്നതും. അങ്ങ് ത്രിഗുണങ്ങളൊന്നും അങ്ങേ ഒട്ടും സ്പർശിക്കാറില്ല. അങ്ങ് ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അങ്ങേ നമസ്കരിക്കുന്നു. അങ്ങ് എല്ലാത്തിൻ്റെ ഉള്ളിലുമുണ്ട്. ഒരു ഇന്ധനത്തിൽ തീ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ അങ്ങ് എല്ലാത്തിലും ഉണ്ട്. അങ്ങ് പുറത്തുമുണ്ട്, ആകാശത്തെ പോലെ. അങ്ങ് ഭൂമിയെ പോലെ എല്ലാത്തിനെയും നിലനിർത്തുന്നു. അങ്ങ് എല്ലാം കാണുന്നു. അങ്ങ് എല്ലായിടത്തും ഉണ്ട്. ആ വായുവിനെ പോലെ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങ് സാക്ഷാത് ഭഗവാനാണ്. പശുക്കളുടെ സംരക്ഷകനാണ്, ദേവന്മാരുടെ സംരക്ഷകനാണ്, ബ്രാഹ്മണരുടെ സംരക്ഷകനാണ്. ഇനി അങ്ങ് സ്വയം എൻ്റെ കുട്ടിയായിട്ട് അവതരിച്ചിരിക്കുന്നത് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങ് എപ്പോഴും അങ്ങ് ഭക്തവത്സലനാണ്. കംസനിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. നാരദ മഹർഷി പിന്നെ പറയാം, ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കി ദേവകി അമ്മ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനാണ്. അങ്ങ് ഗോലോകത്തിലെ നാഥനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം ഗർഗഭാഗവത്തിൽ നമുക്ക് ദേവകിയും വസുദേവരുടെയും അതിൽ ഭഗവാൻ കൃഷ്ണനെ തന്നെ സ്തുതിക്കുന്നത്. കാരണം ഇവർ സാധാരണ വ്യക്തികളല്ല, ഭഗവാന്റെ നിത്യപാർഷദരാണ് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം വ്യാസമഹർഷി നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ നോക്കിയാണ്. പക്ഷേ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ദേവകിക്കും വസുദേവർക്കും ഭഗവാന്റെ നിത്യപാർഷദരാണ്. അന്നേരം അവർക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് അറിയാതിരിക്കുമോ?
അല്ലേ? നിത്യം ഭഗവാന്റെ ഒരു ലോകമുണ്ട്, ഗോലോകമുണ്ട് എന്നെല്ലാം അറിയാം. കാരണം അവർ വരുന്നത് എവിടെ നിന്നാണ്. പിന്നെ ഭഗവാന്റെ തന്നെ യോഗമായ പ്രഭാവത്താൽ അവരത് മറക്കുന്നതാണ്, മകനായിട്ട് മാത്രം കാണുകയാണ്. എന്നാൽ ഇവിടെ ദേവകിയമ്മ പറഞ്ഞു, കൃഷ്ണ അങ്ങ് ഗോലോകധാമത്തിൽ ആണ് എപ്പോഴും ഇരിക്കുന്നത്, അങ്ങ് പരിപൂർണതമ രൂപമാണ് അങ്ങയുടേത്, പരമദിവ്യോത്തമ പുരുഷനാണ്, അങ്ങ് പരമ നിയന്താവാണ്, നമ്മളെ രക്ഷിക്കണം, കംസൻ്റെ ഈ ക്രൂരതയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കണം. നാരദ മഹർഷി പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് വസുദേവരോടും ദേവകിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ദേവകിയമ്മടുത്തും പറഞ്ഞു, ദേവി അമ്മ ഇതിനു മുമ്പേ പ്രശ്നിയായിരുന്നു. എന്നിട്ട് എൻ്റെ അച്ഛൻ വസുദേവർ സുതപനായിരുന്നു. നിങ്ങൾ കുട്ടികൾ സത്സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു. ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം തീവ്രമായിട്ടുള്ള തപസ് ചെയ്തു. ഭക്ഷണവും ജലപാനവും ഒന്നും ഇല്ലാതെ നിങ്ങൾ എത്രയോ നാളുകൾ തപസ് ചെയ്തു. ഒരു മന്വന്തരം വരെ, ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗം. എന്നിട്ടും നിങ്ങളുടെ തപസ് തുടർന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടതെന്ന്. അന്നേരം ഞാൻ അത് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, അങ്ങേപോലൊരു മകൻ നമുക്ക് വേണം എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പ്രജാപതിമാരായിരുന്നു. അന്നേരം എന്നെപ്പോലൊരു മകനെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ മകനായി കൃഷ്ണഗർഭൻ എന്നുള്ള പേരിൽ ഞാൻ അറിയപ്പെട്ടു. രണ്ടാമത് വാമനായിട്ട് വന്നു. അതേ ഞാൻ തന്നെ വീണ്ടും അതേ ആൾ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മകനായിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ നേരം ഭഗവാനെ ഉയർത്തി ഒരു തൊട്ടിലേക്ക് ആക്കുന്ന ആ സമയത്ത് തന്നെ യോഗമായ ദേവി നന്ദ മഹാരാജിൻ്റെ പത്നിയായ യശോദാമ്മയിൽ അവതരിക്കുകയാണ്. യോഗമായ ദേവി എല്ലാവരെയും ഉറക്കത്തിലാക്കുകയാണ്. എന്നിട്ട് വസുദേവരുടെ ചങ്ങലകളൊക്കെ അഴിയുകയാണ്. എല്ലാ വാതിലുകളും തുറന്നു. വസുദേവർ ഭഗവാനെ ഒരു കൊട്ടയിലാക്കി തലയിൽ വെച്ച്, ഭഗവാനെ വെച്ച ഉടൻ തന്നെ അവിടെയുള്ള ഇരുട്ടും പോയി. ഒരു വെളിച്ചം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ വസുദേവർക്ക് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ സൂര്യൻ്റെ തന്നെ സ്രോതസ്സാണ് തലയിലിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വെളിച്ചമാണ് ശിരസിലിരിക്കുന്നത്. അന്നേരം പിന്നെ എവിടെയാണ് അന്ധകാരമുള്ളത്, അല്ലേ? അന്നേരം വളരെ ശക്തമായിട്ട് മഴ പെയ്യുകയായിരുന്നു. പക്ഷേ വസുദേവരുടെ ദേഹത്ത് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. കാരണം 1000 ശിരസ്സുള്ള അനന്തശേഷൻ കൂടെയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് വസുദേവർ മഴ പെയ്തുപോലും അറിഞ്ഞില്ല എന്ന് പറയുന്നു. അങ്ങനെ വസുദേവർ നടന്ന് പല പല കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി. ഒരുപാട് സിംഹങ്ങളും ക്രൂര ജീവജാലങ്ങളും സർപ്പങ്ങളും ഒക്കെയുള്ള ആ യമുന തീരത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് യമുന നദി 2ആയിട്ട് വഴി മാറിക്കൊടുക്കുകയാണ്. എന്നിട്ട് യശോദാമ്മയുടെ അടുത്ത് എത്തുകയാണ്. അവിടെ പെൺകുട്ടിയായ യോഗമായ ദേവിയെ കാണുകയാണ്. യോഗമായ എടുത്തു. എന്നിട്ട് വസുദേവർ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് തിരിച്ച് കാരാഗ്രഹത്തിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വീണ്ടും ചങ്ങലകളൊക്കെ കെട്ടുകയാണ്. യശോദാമ്മയാണെങ്കിൽ അറിഞ്ഞില്ല അടുത്ത് പ്രസവിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അറിഞ്ഞില്ല. അപ്പോഴേക്കും കാരാഗ്രഹത്തിൽ യോഗമായ ദേവി വന്ന ഉടൻ തന്നെ ദേവി കരയാൻ തുടങ്ങി. കുഞ്ഞായിട്ടിരുന്ന് കരയാൻ തുടങ്ങി. കുട്ടിയുടെ സൗണ്ട് കേട്ട ഉടൻ തന്നെ ഭടന്മാർ ചെന്ന് കംസനെ അറിയിച്ചു.
കംസന് ഭയം തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും ഭയം കാരാഗ്രഹത്തിലേക്ക് എത്തി. പാവം ദേവി ഒരുപാട് കരഞ്ഞ് യാചിച്ചു കംസനോട്. പറഞ്ഞു, എൻ്റെ എല്ലാ ആൺകുട്ടികളും മരിച്ചു, ഇതൊരു പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിയെങ്കിലും എനിക്ക് നൽകണം, ഈ കുട്ടിയെങ്കിലും ഞാൻ വളർത്തിക്കോട്ടെ എന്ന്. ഒരു പെൺകുട്ടിയെ കൊല്ലുന്ന ഒട്ടും ശരിയല്ല, അങ്ങ് ദയ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങയുടെ പെങ്ങളല്ലേ, എൻ്റെ എല്ലാ ആൺകുട്ടികളെയും കൊന്നു, എന്നെ കാരാഗ്രഹത്തിൽ അടച്ചു, ഈ ഒരു പെൺകുട്ടിയെ മാത്രം എനിക്ക് തരണമെന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഇത്രയും ഭയപ്പെട്ട് പരിഭ്രാന്തത്തിൽ ദേവകി അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് ദേവി ഒരുപാട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് കുഞ്ഞിനെ മടിയിൽ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചു. പക്ഷെ കംസൻ ഒരു ദയം കാണിക്കാതെ കുട്ടിയെ വലിച്ച് പറിച്ചു ദേവിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ആ ക്രൂരനായ കംസൻ കാലിൽ ആ കുട്ടിയെ പിടിച്ച് ഒരു പാറയുടെ മുകളിലോട്ട് എറിയാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആ കുഞ്ഞ് ആകാശത്തിലേക്ക് ഉയരുകയാണ്. എന്നിട്ട് ഒരു രഥത്തിൻ്റെ മുകളിൽ ദേവി നിൽക്കുകയാണ്, 1000 കുതിരകളുള്ള ഒരു രഥത്തിൽ. എന്നിട്ട് ചുറ്റും ഒരുപാട് പരിചാരകർ ദേവിയെ ഇങ്ങനെ ചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. ദേവി എല്ലാ പരിചാരകരോടും കൂടി ദർശനം കൊടുക്കുകയാണ്. അസംഖ്യം പരിചാരകരുണ്ട്. ദേവിയുടെ ആ രൂപം കണ്ടു. 100 കണക്കിന് സൂര്യൻ ഒരേ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന പോലെ ദേവിയുടെ 8 കൈകൾ എല്ലാ അസ്ത്രശസ്ത്രങ്ങളോടും കൂടി ഇടിവെട്ടുന്ന പോലെ ദേവി കംസനോട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചിരിക്കുകയാണ്. ഈ ഒരു പാവം പെൺകുട്ടിയെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു, അദ്ദേഹം നിന്നെ കൊല്ലും എന്ന് ദേവി പറയുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം ദേവി വിന്ധ്യാചല പർവ്വതത്തിൻ്റെ മുകളിലോട്ട് പോയി. അവിടെ ദേവി അസംഖ്യം രൂപങ്ങളെടുത്തു എന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് കംസൻ ആകെ സ്തംഭിച്ചു പോയി. ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് വസുദേവരെയും ദേവകിയമ്മയും കാരാഗ്രഹത്തിൽ നിന്ന് മുക്തരാക്കുകയാണ്. എന്നിട്ട് കംസൻ പറഞ്ഞു, ഞാൻ വലിയ പാപിയാണ്, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയൊരു അസുരനാണ്, യാദവ കുലത്തിലെ ഏറ്റവും വലിയ അധമനാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ എല്ലാ മക്കളെയും കൊന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇത് എന്തായാലും കാലത്തിൻ്റെ പ്രഭാവത്താൽ സംഭവിച്ചതാണ്, വിധിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കംസൻ കുറേ കാര്യങ്ങൾ പറയണം. ഇതെല്ലാം ദേവന്മാരുടെ എന്തൊക്കെയോ തന്ത്രങ്ങളായിരിക്കും. ദേവന്മാർ പോലും കള്ളം പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവർ ആദ്യം അശരീരിയിലൂടെ പറഞ്ഞു എൻ്റെ അന്തകൻ അവതരിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോൾ എവിടെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, കരഞ്ഞ് കംസൻ കൈകൊണ്ട് മുഖം പൊത്തി കരഞ്ഞു എന്ന്, എന്നിട്ട് കാൽക്കൽ വീണു, എന്നിട്ട് വീണ്ടും സൗഹൃദത്തിലായി പെങ്ങളുമായിട്ടും വസുദേവരുമായിട്ടും. എന്നിട്ട് പിറ്റേ ദിവസം കംസൻ എല്ലാ തരത്തിലുള്ള അസുരന്മാരെയും വിളിക്കുകയാണ്. പ്രളംബാസുരനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് യോഗമായ ദേവി പറഞ്ഞ കാര്യം കംസൻ അവിടെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, യോഗമായ ദേവി പറഞ്ഞു, എൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ കുട്ടികളും കൊന്നേക്കാൻ പറഞ്ഞു. അവർ 10 ദിവസത്തിനുള്ളിലുള്ള എല്ലാ കുട്ടികളെയും 10 ദിവസത്തിന് മുകളിലുള്ള കുട്ടികളെയും എല്ലാത്തിനും, എന്തിനാ വെറുതെ നമ്മൾ ഒരു റിസ്ക് എടുക്കുന്നത് അല്ലേ, അതുകൊണ്ട് എല്ലാവരെയും കൊന്നേക്കാൻ പറഞ്ഞു. അസുരന്മാർ പറഞ്ഞു,
അങ്ങ് വില്ലും പിടിച്ച് യുദ്ധത്തിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദേവന്മാർ പോലും ഭയപ്പെടും. പിന്നെ ഒരു കുട്ടി ഇത്രയും ഭയപ്പെടേണ്ട ആവശ്യം എന്താണ്? പശുക്കൾ, ബ്രാഹ്മണർ, ഭക്തർ, വേദങ്ങൾ, ദേവന്മാർ, ഇതെല്ലാം ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഇതെല്ലാം വിഷ്ണുവിൻ്റെ അവയവങ്ങളാണ്. അവരെല്ലാം നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ശക്തിയും ക്ഷയിക്കും. അങ്ങനെയാണ് ഇവരുടെ വിചാരം. അതുകൊണ്ട് ഇനി അങ്ങയുടെ ശത്രുവായ വിഷ്ണു ഈ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പശുക്കളെയും എല്ലാവരും കൊന്നാൽ മതി. അപ്പം പിന്നെ എല്ലാം ശരിയാവും. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് ലോകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത് അല്ലേ? പട്ടികളോട് എല്ലാവർക്കും സ്നേഹമാണ്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കണം. പക്ഷേ പട്ടികളെ മാത്രം സ്നേഹിക്കും, പക്ഷേ പശുക്കളോട് ഒരു ദയം കാണിക്കത്തില്ല. പട്ടികൾക്ക് തിന്നാൻ വേണ്ടി ബീഫ് വരെ കൊടുക്കുന്നു. നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കണമല്ലോ, മിണ്ടാപ്രാണികളെ സ്നേഹിക്കണമല്ലോ. അന്നേരം ഒരു മിണ്ടാപ്രാണിയെ കൊന്നിട്ട് മറ്റൊരു ജീവിയെ തീറ്റിപ്പോറ്റുന്നത് ശരിയാണോ? അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇന്ന് ഈ ലോകം അധപ്പതിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഗോഹത്യയാണ്. ഞാൻ എപ്പോഴും നമ്മുടെ സത്സംഗത്തിൽ പറയുന്നു, പശുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ മാത്രം സ്വത്തല്ല, അത് ഭൂമിയുടെ സ്വത്താണ്. പശുക്കളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഭൂമിദേവി ഒരുപാട് സന്തോഷിക്കും. ഭൂമിദേവി ഒരുപാട് സമ്പദ് സമൃദ്ധി നമുക്ക് നൽകും. ഇന്ന് കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ കുറയുന്നതിൻ്റെ മെയിൻ കാരണം പശുക്കളെ സംരക്ഷിക്കാത്തതുകൊണ്ടും പശുക്കളുടെ രക്തം ഭൂമിയിൽ വീഴുന്നതുകൊണ്ടാണ്. എവിടെയൊക്കെ അറവശാലകളുണ്ടോ അവിടെ പശുക്കളെ കൊല്ലുമ്പോൾ രക്തം വീഴുന്ന എവിടെയാണ്? ഭൂമിയിലാണ്. അത്തരം ഭൂമിദേവി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാളകളും പശുക്കളും ഇവരാണ് ഭൂമിയുടെ ആധാരം. കാളകളെയും ഗോഹത്യ ചെയ്യുമ്പോൾ സമ്പദ് സമൃദ്ധി നഷ്ടപ്പെടുകയാണ്. പിന്നെ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിലും പാലിന് വേണ്ടി മാത്രം വളർത്തുന്നു. അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുന്നില്ല, അവരെ വേണ്ടുന്ന രീതിയിൽ സംരക്ഷിക്കുന്നില്ല. അവരെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം അവരിൽ നിന്നും ഓരോന്നും ലഭിക്കാൻ വേണ്ടി മാത്രം അവരെ വളർത്തുന്നു. എന്നിട്ട് ഒരു മഷീനെ പോലെയാണ് അവരെ നോക്കുന്നത്. അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ടാണ് ഈ ഭൂമി ഇപ്പോൾ അധപ്പതിച്ച് പോകുന്നത്, തമ്മി അടിച്ച് ചാവുന്നത്. കാരണം ഒന്നിച്ച് നിൽക്കാനുള്ള യോഗ്യതയില്ല. ഇങ്ങനെയുള്ള പശുക്കളെ എല്ലാം കൊന്ന് അവർ തിന്ന് ജീവിക്കുകയാണ്. എന്നിട്ട് പിന്നെ തമ്മി അടിച്ച് ചാവട്ടെ എന്ന് തന്നെയാണ് ഭഗവാന്റെ നിയമം. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഗോഹത്യ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിനനുസരിച്ച് കലി കൂടുതൽ ശക്തമാകും. കലി എന്താ ചെയ്യും? കലഹം ഉണ്ടാക്കും. ചെറിയ കാര്യങ്ങൾക്ക് കലഹം ഉണ്ടാക്കുന്നില്ല. അത് നമുക്കിപ്പം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അന്നേരം ഇവിടെ അസുരന്മാർ നിർദ്ദേശം നൽകി. അവർ പറഞ്ഞു, നമ്മളെല്ലാ പശുക്കളെയും എല്ലാവരെയും കൊല്ലാം, ഭക്തരെയും കൊല്ലാം എന്ന് പറഞ്ഞു. അന്നേരം ഭൂമിയുടെ ഓരോ ഭാഗത്തും അവർ പോയി ഓരോ വീടുകളിലും പ്രവേശിച്ച് ഈ അസുരന്മാർ അവർക്ക് ഇഷ്ടമുള്ള ഏത് രൂപവും ധരിച്ചുകൊണ്ട് പല സർപ്പങ്ങളായിട്ടുമൊക്കെ പല കുട്ടികളെയും കൊല്ലാൻ നോക്കി. ഒട്ടും ധർമ്മം പാലിക്കാത്ത അവർ ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നാരദ മഹർഷി പറയുകയാണ്. അങ്ങനെ മിഥില രാജാവേ, ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാവരെയും അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കംസനും കംസൻ്റെ കൂട്ടരും. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ ഒരു അധ്യായം തീരുകയാണ്. അന്നേരം നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ ഭഗവാൻ ദേവകി അമ്മയും വസുദേവരുമായിട്ട് പറയുന്ന രംഗം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചായിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭാഗവത്തിൽ ഇല്ലാത്ത കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഭാഗവതം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നാളത്തെ വീഡിയോയിൽ നമ്മൾ നന്ദ മഹാരാജ് അറിഞ്ഞു ഭഗവാൻ അവതരിച്ച ആ ഒരു കാര്യം. അന്നേരം അവിടെ ഉണ്ടാകുന്ന ആഘോഷങ്ങൾ നന്ദോത്സവം എന്ന് പറയും. നന്ദോത്സവത്തെക്കുറിച്ചാണ് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഗർഗഭാഗവത്തിൽ ഇല്ലാത്ത അടുത്ത് കുറച്ച് രഹസ്യങ്ങളുണ്ട്. അത് ഏതൊക്കെ ഗ്രന്ഥങ്ങളിലാണ് വരുന്നത്? ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങളിൽ. അതൊന്നും അവരുടെ സ്പെക്കുലേഷൻ അല്ല, ഊഹാപോഹങ്ങളല്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് യശോദ അമ്മയുടെ തന്നെ മകനാണ്. അന്നേരം ദേവകി അമ്മയുടെ മകനാണ്, അത് വേറെ ആളാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. ഭഗവാൻ കൃഷ്ണൻ യശോദാമ്മയുടെ മകനായിട്ടൊരു കൃഷ്ണനുണ്ട്, ദേവകി അമ്മയുടെ മകനായിട്ടൊരു കൃഷ്ണനുണ്ട്.
എന്നിട്ട് ഇതിൽ പറയുന്നത് ഗർഗഭാഗം ഞാൻ പറഞ്ഞില്ല, ദേവന്മാർക്കും കൂടെ വേണ്ടിയാണ്, എല്ലാവർക്കുമാണ്. പക്ഷേ ഇത് കൂടാതെ അടുത്തൊരു രഹസ്യം ഇവിടെ നടക്കുന്നുണ്ട്. വൃന്ദാവനത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനം വിട്ടു പോകത്തില്ല. എപ്പോഴും ഭഗവാൻ വൃന്ദാവനത്തിൽ തന്നെയാണ്. ഭഗവാൻ അദൃശ്യമാവത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ദേവകി അമ്മയുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു, അത് എല്ലാ ദേവന്മാരുടെ മുമ്പിൽ. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ യശോദ അമ്മയുടെ മകനായിട്ടും അവതരിച്ചിട്ടുണ്ട്. എന്നിട്ട് യശോദാമ്മയ്ക്ക് അവതരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനും യോഗമായ ദേവിയും ഒരുമിച്ചാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ കൊണ്ടുപോയി വസുദേവർ കൊണ്ടുപോകുമ്പോൾ ദേവകി നന്ദനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ യശോദാനന്ദനുമായിട്ട് മുന്നിക്കുകയാണ്. അത് പക്ഷേ വസുദേവർക്ക് കാണാൻ കഴിയില്ല. വസുദേവർക്ക് ഒരിക്കലും യശോദാനന്ദനെ കാണാൻ കഴിയില്ല. യശോദാമ്മയ്ക്ക് ഒരിക്കലും ദേവകി നന്ദനെ കാണാൻ കഴിയില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഭഗവാൻ മധുരയ്ക്ക് പോകുന്ന സമയത്ത് ദേവകി നന്ദനായിട്ടുള്ള ഭഗവാനാണ് പോകുന്നത്. യശോദാനന്ദനൻ അപ്രത്യക്ഷമാവുക. ഇത് ഭഗവാനല്ലേ, ഭഗവാൻ എന്തും ചെയ്യാൻ കഴിയും. ഇത്രയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന ഭഗവാന് രൂപങ്ങളെടുക്കാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ ഗോപികമാരുടെ രാസലീലയിൽ നമ്മൾ കാണുന്നില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓരോ ഗോപികമാർക്കും തോന്നി ഭഗവാൻ കൃഷ്ണൻ ഓരോ ഗോപികമാരുടെ കൂട്ടത്തിലുണ്ടെന്ന്. 16,108 രൂപങ്ങൾ ഭഗവാൻ എടുക്കുന്നു. പിന്നെ ഭഗവാന് രൂപങ്ങളെടുക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ? ഭഗവാൻ ദ്വാരകയിലായിരുന്ന സമയത്ത് ദ്രൗപദി ദേവി ഇവിടെ കരഞ്ഞപ്പോൾ ദ്രൗപദി ദേവിയെ രക്ഷിക്കാനായിട്ട് ഭഗവാന്റെ സാരി എവിടെ നിന്ന് വന്നു അല്ലേ? ഒരേ സമയത്ത് ഭഗവാൻ എവിടെ വേണമെങ്കിലും അവതരിക്കാൻ പറ്റും. പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനല്ലേ ഭഗവാൻ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് നന്ദോത്സവത്തെക്കുറിച്ച് പഠിക്കാം. ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, എല്ലാവരും കമൻസിലിടും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻസിലിടുക. മാക്സിമം പേരുമായിട്ട് ഷെയർ ചെയ്യുക. ഇത് കൂടുതൽ പേരിലേക്ക് ഭഗവാന്റെ സന്ദേശം എത്തിക്കാനുള്ള ഒരു ആഗ്രഹമാണ്, വേറൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അസംഖ്യം വീഡിയോസ് ഉണ്ട്. അന്നേരം ഭഗവാനെക്കുറിച്ചുള്ള വീഡിയോ അതെല്ലാം കൊണ്ടും മംഗളകരമാണ്, എല്ലാം കൊണ്ടും എല്ലാവർക്കും നന്മ ഉണ്ടാക്കുന്നതാണ്. ഹരേ കൃഷ്ണ.